ഹലോ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ തരാൻ പോകുന്ന കാര്യം ഞാൻ എൻ്റെ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ഹെയർ പ്രൊഡക്റ്റുകളാണ്. ഒന്ന് ഒരു ഹെയർ ഡ്രയർ ആണ്, രണ്ടാമത്തേത് ഒരു സ്കാൽപ്പ് മസാജർ ആണ്. ഇതൊരു സ്കാൽപ്പ് മസാജർ പ്ലസ് ഒരു ഹെയർ ബ്രഷ് ആണ്, അതായത് നമ്മൾ മുടി കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രഷ് ആണ്. അപ്പം ഇത് രണ്ടും ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഹെയർ ഇന്ന് കെയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് രണ്ടും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഷെയർ തരാൻ നോക്കി ഈ ഒരു വീഡിയോയിൽ. അപ്പം ഹെയർ ഡ്രയർ നമുക്കറിയാം, നമ്മുടെ ഒരു മീഡിയം ഹെയർ അല്ലെങ്കിൽ ഒരു ലോങ് ഹെയർ ആയിട്ടുള്ള ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ മുടി ഉണക്കുന്നതിന് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ ഡ്രയർ ആണ് ഇത്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡ്രയർ അല്ല, നോർമൽ ആയിട്ട് നമുക്ക് 3 വിൻഡ് ഓപ്ഷൻ ഉള്ള കൂള്, ഹോട്ട്, എക്സ്ട്രാ ഹോട്ട് വരുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡ്രയർ ആണ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഒപ്പം തന്നെ നമ്മുടെ ഒരു സ്കാൽപ്പ് മസാജർ എന്ന് പറഞ്ഞാൽ നമുക്ക് മസാജ് ചെയ്യുന്നതിന്, നമുക്ക് എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മുടെ മുടി മസാജ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ മുടി കഴുകുമ്പോൾ നമുക്ക് നമ്മുടെ സ്കാൽപ്പ് കഴുകൊക്കെ നന്നായിട്ട് പോകുന്ന രീതിയിൽ കഴുകുന്നതിനും ഈ ഒരു സ്കാൽപ്പ് മസാജർ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് മുടിയിൽ എണ്ണ തേച്ച് സ്കാൽപ്പ് മസാജ് ചെയ്തിട്ട് ഷാമ്പൂ ഉപയോഗിച്ച് നന്നായിട്ട് നമ്മൾ മുടി കഴുകി ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നും പിന്നെ ഹെയർ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. അത്യാവശ്യം റിവ്യൂസ് ഒക്കെ വായിച്ച് നോക്കിയിട്ടാണ് രണ്ടും വാങ്ങിച്ചത്. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. ഇത് രണ്ടും അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ബ്ലോഗ് ചാനലിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ മുടി കഴുകുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് മുടിയിൽ ആവശ്യത്തിന് എണ്ണ തേക്കുക എന്നുള്ളതാണ്. അതുകൂടാണ്ട് തന്നെ നമുക്കിപ്പോൾ തലയിൽ താരനുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. താരനുണ്ടെങ്കിൽ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഞാനിന്ന് ഉപയോഗിക്കുന്നത് ഒലീവ് ഓയിലാണ്. ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ തീർന്നുകൊണ്ടാണ് ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പ്യൂർ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ആവശ്യത്തിന് എണ്ണ എടുത്തതിന് ശേഷം നമ്മൾ മുടിയുടെ എല്ലാ ഭാഗങ്ങളിലും തേച്ച് കൊടുക്കുക. തലയോട്ടിയിൽ തേക്കുക, അതോടൊപ്പം തന്നെ മുടിയുടെ എൻഡിലും ഒക്കെ നമ്മൾ നന്നായിട്ട് തേക്കുക. അങ്ങനെ മുടിയുടെ എല്ലാ ഭാഗത്തും തേച്ചതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റോളം നമ്മുടെ ഈ ഒരു സ്കാൽപ്പ് മസാജർ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കാൽപ്പ് മസാജ് ചെയ്യണം. അതിനുശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മുടി കഴുകിയാൽ മതിയാവും. മുടി കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഷാമ്പൂ കണ്ടീഷണറും ഞാനിവിടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് മാമഎർത്തിൻ്റെ ഒരു ഒനിയൻ ഷാമ്പൂവും മാമഎർത്തിൻ്റെ തന്നെ ഒനിയൻ കണ്ടീഷണറുമാണ്. ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കാറ്. ഞാൻ ആ ഒരു രീതിയിലാണ് ഉപയോഗിക്കുന്നത്, കാരണം നമുക്ക് എക്സ്ട്രാ പിന്നെ കണ്ടീഷണർ ഉപയോഗിക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നല്ല താരനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഉപയോഗിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഉപയോഗിക്കാറുള്ളത് MamaEarthൻ്റെ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ്. ഇപ്പോൾ എനിക്ക് ചെറിയൊരു താരനുണ്ട്, എന്നാൽ പോലും ഞാനിപ്പം ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഉപയോഗിക്കുന്നില്ല. കാരണം നമുക്ക് ഡാൻഡ്രഫ് ഓവറായിട്ടുള്ള സമയത്ത് നമ്മൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഉപയോഗിച്ചാൽ മതിയാവും. അതല്ലെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഷാമ്പൂ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ ആ പൊടിയായിട്ടുള്ള താരനൊക്കെ പോയി കിട്ടും. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം, നിങ്ങൾക്ക് പലർക്കും ഇപ്പം താരനുണ്ടാവും. അപ്പോൾ ഏത് ഷാമ്പൂ ഉപയോഗിക്കണമെന്ന് സംശയമുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷാമ്പൂ ആണ് ഈ ഒരു MamaEarthൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ട് മുടി നനച്ച് നമ്മൾ മുടി ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കഴുകുക. അതായത് നമ്മുടെ തലയോട്ടിയിൽ അഴുക്കൊക്കെ നന്നായിട്ട് പോകുന്ന രീതിയിൽ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ മുടി കഴുകുക. അങ്ങനെ നമ്മൾ മുടി കഴുകിയ ശേഷം മുടി ഉണക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒത്തിരി പ്രഷർ കൊടുത്തിട്ട് മുടിയിട്ട് ഉരയ്ക്കരുത്. പതുക്കെ മുടിയിലെ വെള്ളം നമ്മൾ ഒപ്പിയെടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോകാതിരിക്കുന്നതിന് ഇത് സഹായിക്കും. മുടിയിലെ വെള്ളമൊക്കെ കുറച്ച് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഡ്രയർ ഉപയോഗിച്ചിട്ട് മുടി ഉണക്കാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഏറ്റവും ലോ ആയിട്ടുള്ള കൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ടിട്ടാണ് ഞാൻ ഡ്രയർ ഉപയോഗിക്കുന്നത്. അതായത് ചെറിയൊരു ലുക്ക് വാമിലായിരിക്കും ചൂടുണ്ടാവുക, കാറ്റിന് ഒത്തിരി ചൂടുണ്ടാകത്തില്ല. നമ്മൾ ഒത്തിരി ചൂട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് കൂടുതൽ ഡാമേജ് ആവുന്നതിനത് കാരണവും. അതുകൊണ്ട് നിങ്ങൾ എമർജൻസി ആയിട്ട് ഇപ്പം ഹോട്ട് വിൻഡ് കൂടുതൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് അകലെ പിടിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് അധികം ഡാമേജ് ഉണ്ടാകത്തില്ല. അങ്ങനെ മുടി നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം മുടിക്ക് കുറച്ചൊരു ഡ്രൈനെസ് കൂടുതലായിട്ട് തോന്നും. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കുറച്ചൊരു ഓയിൽ, ഏതെങ്കിലും ഓയിൽ മതി, പ്യൂർ ആയിട്ടുള്ള ഒലീവ് ഓയിലോ കോക്കനട്ട് ഓയിലോ, നമ്മൾ കുറച്ചൊരു 5-6 തുള്ളി നമ്മൾ എടുത്തിട്ട് നമ്മുടെ മുടിയിലേക്ക് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈനെസ് ഒക്കെ നമുക്ക് മാറി കിട്ടും. അങ്ങനെ തേച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ മുടി ചെയ്യാൻ പാടുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോകാൻ സിറ്റുവേഷൻ ഉണ്ടാവും. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നമ്മൾ മുടി ഒന്ന് കെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്കാൽപ്പ് മസാജർ നിങ്ങൾക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. അതായത് നമുക്ക് സ്കാൽപ്പ് മസാജ് ചെയ്യാൻ ഉപയോഗിക്കാം, അതോടൊപ്പം തന്നെ മുടി കഴുകുമ്പം നമ്മുടെ സ്കാൽപ്പ് അഴുക്കൊക്കെ നന്നായിട്ട് പോകുന്നതിനും ഈ ഒരു സ്കാൽപ്പ് മസാജർ ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു ഹെയർ ഡ്രയർ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതായത് നമുക്കൊരു 1000 രൂപയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ഡ്രയർ കിട്ടുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരു ലുക്ക് വാം ആണ് ഇതിന്റെ ഒരു വിൻഡ് വരുന്നത്. പക്ക കൂളറിൽ നിന്ന് കിട്ടുന്ന ഒരു കൂളൊന്നുമല്ല. എന്നാലും നമുക്കൊരു ഹെയറിന് ഡാമേജ് ഇല്ലാത്ത രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഹോട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. എമർജൻസി ആണ് നിങ്ങൾക്ക് ഒത്തിരി ഒരു മീഡിയം ഹോട്ടെങ്കിലും ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ
നിങ്ങൾ കുറച്ച് അകലെ പിടിച്ചിട്ട് ഡ്രയർ ഉപയോഗിക്കുക, തൊട്ട് അടുത്ത് പിടിച്ച് ഡ്രയർ ഉപയോഗിക്കാണ്ട് കുറച്ച് അകലം പിടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ഹോട്ടിന്റെ എഫക്റ്റ് മുടിക്ക് അധികം ഒരു ഡാമേജ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് വിശ്വസിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ ഈ 2 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്കും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇത് രണ്ടും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തന്നാട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് റിവ്യൂസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. പറഞ്ഞ പോലെ ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ബ്ലോഗ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലത്തെ നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഞാൻ അറിയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്കും പറഞ്ഞുതരാം. ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഒക്കെ തുടർന്ന് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. നല്ല നല്ല കണ്ടന്റുകളൊക്കെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ കൂടെ പറയാട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് ചോദിച്ചോളാം, ഞാൻ റിപ്ലൈ ഇട്ടേക്കാം. അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഒക്കെ തുടർന്നും കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം.